സ്റ്റഡി ഇൻ UK സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡോക്യുമെന്റ്സ് റിക്വയർഡ് ആണ്. ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആവശ്യം. കരിയർ ഗൈഡൻസ്, കരിയർ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണിത്. നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ പാരൻസ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ വീക്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ കമ്മിങ് ബാക്ക് ടു ദി ടോപ്പിക്, നിങ്ങൾ UK പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് UK യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ ആവശ്യമാണ്. സോ നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്ലൈ ചെയ്യാൻ വേണ്ട ഡോക്യുമെന്റ്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്സ് ആണ്. സോ എന്താണ് അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്സ്? നിങ്ങളുടെ 10th, 12th, ബാച്ചിലേഴ്സ് ഈ 3 മാർക്സ് കാർഡും സർട്ടിഫിക്കറ്റുമാണ് അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ്. സോ IELTS ആൻഡ് TOEFL സ്കോർസ് ആണ് മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസും അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ IELTS TOEFL ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആൻഡ് സേഫ്. ഒരു ബ്രോഡർ റേഞ്ച് ഓഫ് യൂണിവേഴ്സിറ്റീസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ടാണ്. നാലാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിക്കുലം വിറ്റെ CV ആണ്. അഞ്ചാമത്തെയും ആറാമത്തെയും ഡോക്യുമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ SOP സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ആൻഡ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. നിങ്ങളുടെ മാർക്സിനെക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. ബിക്കോസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ഡിസൈഡ്സ് വെദർ യു ഗെറ്റ് ആൻ അഡ്മിഷൻ. സോ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു പവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസിനുണ്ട്. സോ ഒബ്വിയസ്ലി അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ടിപ്സ് നമുക്ക് യൂസ് ചെയ്യാം. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് കഴിഞ്ഞാൽ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. സോ പ്രീവിയസ്ലി നിങ്ങളുടെ ബാച്ചിലേഴ്സ് പഠിച്ച കോളേജിൽ നിന്ന് നിങ്ങളുടെ ഡീൻ ആൻഡ് യുവർ HOD 2 ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആവശ്യമാണ്. നിങ്ങൾ ബാച്ചിലേഴ്സിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂൾസിലെ 2 റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് ആവശ്യമാണ്. പ്രിൻസിപ്പൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോം ആണ്. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ്. ചില യൂണിവേഴ്സിറ്റീസ് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവും, ചില യൂണിവേഴ്സിറ്റീസിൽ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവില്ല. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അത് ഡിസൈഡ് ചെയ്യാം. സോ ഈ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളിപ്പം UK ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കരുതി വെക്കേണ്ടത്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു SOP ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ SOP ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യത്തിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സീ യു സൂൺ.